സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അജു ഒതുങ്ങിക്കിടക്കാതെ ഒട്ടും എണ്ണമയമില്ലാത്ത അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൾ പതിയെ അവനെ വിളിച്ചു. അജു കണ്ണു നിറച്ച് അവളെ നോക്കി. സാരല്ല, പോട്ടെ, നമുക്കൊക്കെ ശരിയാക്കാം. അജുവിന് ഞാനില്ലേ, ആരും അജുവിന് തല്ലില്ല, തല്ല ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ പറയുമ്പോൾ അജു കണ്ണുകളെ വൃത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും നന്ദു മനോഹരമായി ചിരിച്ചു കൊടുത്തു. നിന്നെ കാണാൻ സുന്ദരിയെ പോലെ ഉണ്ട്. കണ്ണ് രണ്ടു വിടർത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അജു പറയുമ്പോൾ നന്ദുവിൻ്റെ പുരികം ചുളിഞ്ഞു. ആരാ സുന്ദരി? നീ തന്നെ. അവൻ്റെ ആ മറുപടിയിൽ അവളുടെ പുരികം ഒന്നുകൂടെ ചുളിഞ്ഞു. കാണാൻ സുന്ദരിയെ പോലെ ഉണ്ടെന്നല്ല, കാണാൻ സുന്ദരിയാണെന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് പിന്നെയാണ് അവൾക്ക് മനസ്സിലായത്. അത് മനസ്സിലായതും അവളൊന്ന് ചിരിച്ചു. ചിരിച്ച ഒന്നുകൂടെ സുന്ദരിയെ പോലെയാ. അവളുടെ ചിരിയിലേക്ക് നോക്കി വീണ്ടും അവൻ പറഞ്ഞു. അതിന് നന്ദു ഒന്ന് തലകുലുക്കി. ഇഷ്ടായ എന്നെ? ഇല്ല. പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ച നിമിഷം തന്നെ അവൻ്റെ മറുപടിയും വന്നു. നന്ദു ചുണ്ടു പിളർത്തി. അതെന്താ, ഞാൻ കാണാൻ സുന്ദരിയല്ലേ, പിന്നെ എന്താ എന്നെ ഇഷ്ടമല്ലാത്തേ? അറിയില്ല, എനിക്കിഷ്ടല്ല. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി മുന്നിലെ പുസ്തകത്തിലേക്ക് നോക്കി. അതെന്താ ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ചോദിച്ചത്. എന്നെ കാണാൻ സുന്ദരിയെ പോലെയല്ലേ, പിന്നെന്താ പ്രശ്നം? ആവോ, പക്ഷെ എനിക്കിഷ്ടല്ല. എനിക്ക് അച്ഛനെയും ജീത്തുവിനെയും സേതുമ്മയും മാത്രമേ ഇഷ്ടമുള്ളൂ, പിന്നെ ആരും ഇഷ്ടമല്ല. അവളെ നോക്കാതെ പുസ്തകത്തിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. അതെന്താ അവരത്ര ഇഷ്ടം? അവർ ഞാൻ പറയുന്നതൊക്കെ കേൾക്കും. നന്ദു ചോദിച്ച ആ നിമിഷം തന്നെ അവൻ്റെ മറുപടിയും വന്നു. ആജ് പറയുന്നതൊക്കെ ഞാനും കേൾക്കാം, അപ്പം ഇഷ്ടാവോ? പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവൾ ചോദിച്ചു. എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടരിൽ അവളുടെ പേര് കേൾക്കാനൊരു കുത്തി. അവൾക്ക് അത്ഭുതം തോന്നി. ഇന്ന് രാവിലെ കണ്ട ഒരാളോടാണ് ഇങ്ങനെയൊക്കെ. എന്താവും? അവൾ സ്വയം ചോദിച്ചു. ഉത്തരമില്ല. മുജ്ജന്മബന്ധം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ അതുണ്ടോ എന്ന് പോലും അവൾ സംശയിച്ചു. ഉറപ്പിച്ചു അത് തന്നെയാവും അവനെ കണ്ട നിമിഷം, അവനെ കണ്ണു നിറഞ്ഞ നിമിഷം സ്വന്തം അമ്മയുടെ കണ്ണീര് പോലും നോക്കാതെ ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിച്ചത്. ചിന്തകൾ അവസാനിപ്പിച്ച ശേഷം അവൾ മുന്നിലിരിക്കുന്നവനെ നോക്കി. അവളെ തന്നെ ഇവ വെട്ടാതെ നോക്കിയിരിക്കുവാണ്. പറ, ആജു പറയുന്നതൊക്കെ ഞാനും അനുസരിച്ച എന്നെ ഇഷ്ടപ്പെടൂ. നന്ദു വീണ്ടും അവൻ്റെ മറുപടി കേൾക്കാൻ ആ ചോദ്യം ആവർത്തിച്ചു. അജു ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം തലകുലുക്കി. നന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു. എന്നാ ഇന്നെൻ്റെ കൂടെ കിടക്കുവോ? അവനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. അവനക്ക് അറിയില്ലല്ലോ ഇനി മുതൽ അവൻ്റെ നിഴലാണ് അവളെന്ന്. ഏതുറക്കത്തിലും അവൾ കൂടെ കാണൂന്ന്. പറ, ഇന്ന് എൻ്റെ കൂടെ കിടക്കുവോ? ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാ. ഇരുട്ടല്ലേ, നല്ല കറുപ്പ് നിറാവും ചുറ്റും, ഒന്നും കാണില്ല. എനിക്ക് പേടിയാ. അച്ഛനുണ്ടെങ്കിൽ കിടക്കും കൂടെ. ജിതിനോട് പറഞ്ഞാൽ കേൾക്കില്ല. കുറച്ചു നേരം വന്നിരിക്കും, പിന്നെ എണീറ്റ് പോകും. ഞാൻ ഒറ്റക്കാവും. നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ അജു പറയുമ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു. ഒരു കുഞ്ഞു ചെറുക്കൻ പരാതി പറയും പോലെ. പറ, ഇന്നിവിടെ കിടക്കോ? എനിക്ക് പേടിയായിട്ടാ. ഇന്ന് മാത്രം മതി, നാളെ വേണ്ട. അവളുടെ മറുപടി കേൾക്കാത്തത് കൊണ്ട് അവൻ ഒന്നുകൂടെ ചോദിച്ചു. ഇന്ന് മാത്രമല്ല, ഇനി എന്നും ഞാൻ അജുവിൻ്റെ കൂടെ ഈ റൂമിൽ മാത്രമേ കിടക്കൂ, പോരെ? നന്ദു അങ്ങനെ പറഞ്ഞതും അവൻ്റെ മുഖം വിടുന്നു. പിന്നെ എന്തോ ആലോചിച്ച പോലെ പെട്ടെന്ന് മങ്ങി. വേണ്ട, ഇന്ന് മാത്രം കിടന്നാൽ മതി. എന്നും കണ്ട വല്യമ്മ വഴക്ക് പറയും. എന്നെ തല്ലുന്ന പോലെ നിന്നെയും തല്ലിയാലോ? അവൻ ആശങ്കയോടെ പറയുമ്പോൾ നന്ദുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അങ്ങനെ എങ്ങനെ കോച്ചമ്മനെ തൊട്ടാ അവിടെ കഴിഞ്ഞാൻ വിട്ടു. എന്നെ മാത്രമല്ല, ആജുവിനെ തൊട്ടാലും നമുക്ക് അവരെ ശരിയാക്കാം, പോരെ? ആദ്യം ദേഷ്യം കൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അജുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ അതൊരു പുഞ്ചിരിയിൽ അവസാനിച്ചു. ആരും ഒന്നും പറയില്ല, നമുക്ക് ഇവിടെ കിടക്കാട്ടോ. നമ്മളിന്ന് രണ്ടല്ല, ഒന്നല്ലേ? നന്ദു അജുവിൻ്റെ മൂക്കിൽ തട്ടി പറയുമ്പോൾ അജു ഒന്ന് ചിരിച്ചു. നമ്മൾ ഒന്നല്ല, രണ്ടാ. നീ ഒന്നും ഞാനൊന്നും, അപ്പൊ രണ്ട്, അങ്ങനെയല്ലേ? അജു പറയുമ്പോൾ അവളുടെ വാ തുറന്നു. വലിയ കാര്യം പോലെ പറഞ്ഞതാണ്, പക്ഷേ അവൻ അതിനെ കണക്കായി മാത്രം എടുത്തു. ശേഷം ഒന്ന് ചിരിച്ചു. ആഹാ, അജുവിന് കണക്കൊക്കെ അറിയോ? പിന്നെ ജിത്തു പഠിപ്പിച്ച് തന്നാ 10 വരെ അറിയാം. ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവൻ വലിയ കാര്യം പോലെ മറുപടി പറഞ്ഞു. നന്ദു അവനെ തന്നെ നോക്കിയിരുന്നു. എന്തോ മുന്നിലിരിക്കുന്നതിൻ്റെ അവസ്ഥ ആലോചിച്ച് അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. പുറത്തൊക്കെ പോയി ഉയർന്ന മാർക്കോടെ പാസ്സായ വന്നവനാണ് 10 വരെ അറിയാമെന്ന് പറയുന്നത്. നന്ദുവനെ നോക്കിക്കൊണ്ടൊന്ന് നിശ്വസിച്ചുകൊണ്ട് നിലത്തിൽ നെടിയിൽ ചുറ്റും നോക്കി. അടഞ്ഞു കിടന്ന ബാത്റൂം കണ്ടതും അവൾ ഡ്രസ്സ് കയ്യിലെടുത്ത് അങ്ങോട്ടേക്ക് നടന്നു. അവളെ നോക്കിക്കൊണ്ട് ആജു അവൻ്റെ പണികളിലേക്ക്. ജിത്തു, ആ പെണ്ണെവിടെ? കാറിൽ നിന്നിറങ്ങിയ പാട് ഉമ്മറത്ത് നിൽക്കുന്ന ജിത്തുവിൻ്റെ അടുത്തേക്ക് ഏറ്റിയാൽ പൊങ്ങാത്ത സാരിയും വലിച്ചുകൊണ്ട് ആ സ്ത്രീ പാഞ്ഞു വന്നു. ഏ പെണ്ണ്? അവരുടെ വരവ് കണ്ട് ജിത്ത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പിന്നിലേക്കാണ്.
കാശ് വാങ്ങി പുതിയൊരു മാരണത്തെ കൊണ്ട് കെട്ടിയെടുത്തിട്ടില്ലേ? അവൾ എവിടെയാന്നാ ഞാൻ ചോദിച്ചത്. ആ സ്ത്രീ അവിടുന്ന് അലറുമ്പോൾ ജിത്തു പല്ല് കടിച്ചു. അപ്പോഴും അവരുടെ കണ്ണുകൾ അകത്തേക്കായിരുന്നു. അപ്പോഴേക്ക് കാറിറങ്ങി ഓരോരുത്തരായി അവർക്ക് പിന്നാലെ വന്നു. വല്യമാതി അകത്തേക്ക് കയറി, ബാക്കിയൊക്കെ അകത്തിന്നാവാം. ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ജിത്തു പറയുമ്പോൾ അവർ ചവിട്ടി കുലുക്കി അകത്തേക്ക് നടന്നു. നീ ആ പെണ്ണിനെ വിളിക്ക്. പറഞ്ഞ കാശ് എണ്ണി പറഞ്ഞ് വാങ്ങിയിട്ട് അവൾ ഞങ്ങൾക്ക് നേരെ അഹങ്കാരം കാണിക്കുന്നു. അതും ഒരു പീറപ്പെണ്ണ് എന്നോട്. ആളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ താലി കെട്ടാൻ നേരം അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവരെ തുറച്ചു നോക്കിയ നന്ദുവിൻ്റെ മുഖമായിരുന്നു. അവരുറഞ്ഞു തുള്ളുമ്പോൾ ജിത്തു ഒന്നും പറഞ്ഞില്ല. അവളുടെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളതെല്ലാം കേൾക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു അവനിലും. ഏട്ടത്തി, ആ കുട്ടി ഡ്രസ്സ് മാറ്റാൻ പോയിരിക്കുക. സേതു പതി അവരെ നോക്കി പറയുമ്പോൾ ആ സ്ത്രീ അവനൊന്ന് തുറച്ചു നോക്കി. പറഞ്ഞ തുക ആദ്യം എണ്ണിക്കൊടുത്ത ശേഷം വനജയെ സഹായിക്കാൻ പുതിയൊരാളെ വെച്ചു. അങ്ങനെ കണ്ടാൽ മതി ആ പെണ്ണിനെ. അതിൽ കൂടുതൽ ഒരു ബന്ധവും പാടില്ല കേട്ടോ. സേതുവിനെ നോക്കി അവരെ അലറുമ്പോൾ തലയാട്ടാൻ അവർക്ക് ആയുള്ളൂ. ജാനി പേടിയോടെ സേതുവിൻ്റെ കയ്യിൽ പിടിച്ചു നിന്നു. ഇങ്ങോട്ട് വല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം. അവളെ ഞാനിവിടുന്ന് സുഖിപ്പിച്ച് വാഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ മുകളിലേക്ക് പടികൾ കയറുമ്പോൾ അവിടെ നിൽക്കുന്ന ആരും അവരെ തടഞ്ഞില്ല. വാ, കുറച്ചു നേരം കിടക്കാം. അമ്മയും പോയി കിടന്നോ. സേതുവിനോട് ചേർന്ന് നിൽക്കുന്ന ജാനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിത്തു പറയുമ്പോൾ അവർ ആവലാതിയോട് അവരെ നോക്കി. ജിത്തു, ആ കുട്ടി. മുകളിലേക്ക് നോക്കിയാണ് സേതു അത് പറഞ്ഞത്. ജിത്തു ഒന്ന് ചിരിച്ചു. അവളെ നോക്കാൻ വേറെ ആരും വേണ്ടമ്മേ. ഇനി അവനെ നോക്കാനും അവൾ മാത്രം മതിയാവും. അമ്മ പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ചെന്ന് കിടന്നേ. ജാനു, വാ. സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരെ അവൻ റൂമിലേക്ക് പറഞ്ഞയച്ച ശേഷം അവൻ അവൻ്റെ റൂമിൽ കയറി. ജാനു ഗർഭിണിയായതുകൊണ്ട് തന്നെ താഴെയുള്ള റൂമിലാണ് കിടത്തത്. ഇത് സൂര്യമംഗലം. ഇവിടുത്തെ കാരണവരാണ് മാധവവർമ്മ, ഭാര്യ രാവണി മാധവവർമ്മ. അവർക്ക് 5 ആൺമക്കൾ. 1 സൂര്യനാരായണൻ, ഭാര്യ പത്മാവതി. മക്കൾ ലതിക, ഭർത്താവ് വിവേക്. വിവാഹം കഴിഞ്ഞ് പുറത്താണ് 2 മക്കളും. ലാവണ്യ, ഭർത്താവ് അനൂപ്, അവരും പുറത്താണ്. ലക്ഷ്യം പുറത്ത് ജോലി ചെയ്യുവാണ്. രണ്ടാമത്തെ സൂര്യദത്ത്, ഭാര്യ സേതുലക്ഷ്മി. മക്കൾ അഭിജിത്ത്, വിവാഹം കഴിഞ്ഞ് ഭാര്യ ജാനകി. പിന്നത്തേത് അഹല്യ, വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവ് പ്രണവ്. മൂന്നാമത്തേത് പ്രതാപവർമ്മ, ഭാര്യ ലക്ഷ്മിക. മക്കൾ അർജുൻ, പ്രതാപവർമ്മ. നാലാമത്തേത് വിശ്വവർമ്മ, ഭാര്യ പാർവതി. ഒരു മകൻ അഭിലാഷ് പുറത്ത് ജോലി ചെയ്യുന്നു. രണ്ടാമത്തവൻ ജിതിൻ പുറത്ത് പഠിക്കുവാണ്. അവനിക നാട്ടിൽ തന്നെ പഠിക്കുവാണ്. പത്മാവതി ചാരിക്കിടന്ന വാതിൽ തള്ളി തുറന്നതും അത് വലിയ ശബ്ദത്തിൽ ചുമരിലടിച്ചു. ആ ശബ്ദം കേട്ടതും അജി ഞെട്ടിക്കൊണ്ടിരുന്നിരുന്നു വേഗം എഴുന്നേറ്റു. മുന്നിൽ കാലിത്തുള്ളി നിൽക്കുന്ന വല്യമ്മയെ കണ്ടതും അവൻ്റെ ശരീരം വിറച്ചു. കയ്യിലുണ്ടായിരുന്ന പേന നിലത്തേക്ക് വീണു. എവിടെടാ നിന്റെ മാറ്റവള്? റൂം മൊത്തം നോക്കി അവർ അലറുമ്പോൾ ആ ശബ്ദത്തിൽ അവനൊന്ന് നെടുങ്ങി. ഒന്നും മിണ്ടാതെ അവനൊരു മൂലയിൽ ഒതുങ്ങി നിന്നു. ആരെയാണ് വല്യമ്മ ചോദിക്കുന്നതെന്ന് പോലും അവന് അന്നേരം മനസ്സിലായില്ല. നീ താലി കിട്ടി ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിയെടുത്തില്ലേ? അവൾ എവിടെയെന്ന്. അപ്പോഴാണ് നന്ദുവിനെയാണ് ചോദിച്ചതെന്ന് അവന് മനസ്സിലായത്. അവൻ കണ്ണുകൾ കൊണ്ട് ബാത്റൂമിലേക്ക് നോക്കി. അതെന്താടാ ഭ്രാന്ത, നിനക്ക് വാ തുറന്ന് പറഞ്ഞ? അവൻ്റെ അടുത്തേക്ക് വന്ന് വലത്തേക്കായി പിടിച്ച് തിരിച്ചുകൊണ്ട് പറയുമ്പോൾ അജു വേദന കൊണ്ട് നിലവിളിച്ചു. വേദന കൊണ്ട് അവൻ ചീറുമ്പോൾ ഒരു കൈ കൊണ്ട് അവൻ്റെ വാ പൊത്തി പിടിച്ചുകൊണ്ട് അവന് മിണ്ടത്തെന്ന് ശബ്ദമുണ്ടാക്കി. അജുവിൻ്റെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുകി. നന്ദുവിനോടുള്ള ദേഷ്യമാണ് അവൻ അവനോട് തീർത്തത്. അവളെ നോക്കിയ നോട്ടം, കൈ തട്ടി മാറ്റിയ ആ രംഗം അവൻ്റെ മനസ്സിന് മായാന്ന് നിൽക്കുമായിരുന്നു. മനസ്സിൽ നിന്ന് പോണില്ല. എല്ലാവരും കണ്ട ആ രംഗം അവിടെ അവമാനിച്ചതുപോലെ, താഴ്ന്ന പോലെ, ഇവനക്ക് വേണ്ടിയല്ലേ എന്നൊരു തോന്നലും. അതിനെല്ലാം മുകളിൽ ഒരു പീറപ്പെട്ട് തൻ്റെ കാലിൻ്റെ ചുവട്ടിൽ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്തവൾ. ആ വലിയ വേദനിക്കുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവർ പിടിച്ചമർത്തുന്ന അവൻ്റെ കൈകളിലേക്ക് നോക്കി അവനൊന്ന് വിതുമ്പി. വേദനിക്കണം, ഇനിയും നിനക്ക് വേദനിക്കണം. അറിയാലേ എന്നെ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു നിനക്ക് അറിയാലോ. കണ്ണുരുട്ടി പല്ല് കടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് അവർ പറയുമ്പോൾ അവൻ പേടിയോടെ തലകുലുക്കി. ഓർമ്മയിൽ ഓരോ തവണയും അവൻ ഉപദ്രവിക്കുന്ന വല്യമ്മയുടെ ശിക്ഷകൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ പെണ്ണിനെ എങ്ങാനും താലി കയറ്റി വെക്കാനാണ് നിന്റെ ഭാവകി. കാത്തിക്കുന്നില്ല ഞാൻ. രാത്രി മുറ്റത്തിട്ട് വാതിലടക്കും ഞാൻ. നിങ്ങൾ ഓലത്തും. പത്മാവതി പറഞ്ഞു തീർന്ന സമയം തന്നെ നന്ദുവിൻ്റെ ശബ്ദം അവിടമാകെ ഉയർന്നു. അജുവും അവരും ഒരുപോലെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കി. കൂളി കഴിഞ്ഞ് മുടി തോർത്തുകൊണ്ട് കെട്ടി വെച്ചിരിക്കുവാണ്. സാരി അലസമായി ചുറ്റിയിട്ടിരിക്കുകയാണ്. ധൃതി പിടിച്ച് വാരി കെട്ടിയതാണെന്ന് കണ്ടാൽ അറിയാം. ശക്തിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടപ്പോഴാണ് നന്ദു പൈപ്പ് ഓഫാക്കിയത്. ആരുടെയോ ശബ്ദം റൂമിൽ കേട്ടപ്പോൾ വേഗത്തിൽ സാരി വലിച്ചു ഇറങ്ങിയതാണ്. സാരിയുടെ തല പിടിപ്പിൽ കുത്തിയ ശേഷം അവൾ മുന്നോട്ട് വന്നു. നോട്ടം അവർ പിടിച്ച അജുവിൻ്റെ കയ്യിലേക്കാണ്. കൈയെടുക്ക്.
അവരുടെ ചുവന്ന് കയറിയ മുഖത്തേക്ക് നോക്കി ഒരു ആജ്ഞാപിക്കലായിരുന്നത്. അവരവളെ പല്ല് കടിച്ചു നോക്കി. ഒപ്പം അവർ പിടിച്ച കൈകളുടെ മുറുക്കം ഒന്നുകൂടെ കൂട്ടി. നന്ദു അവരെ നോക്കി. ശേഷം അജുവിനെയും കരഞ്ഞുകൊണ്ട് ആ കൈയിലേക്ക് നോക്കി നിൽക്കുവാണ്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിക്കൊണ്ട് അവളുടെ കൈമുട്ടിന് മുകളിൽ ഷോൾഡറിൽ നിന്നും താഴേക്ക് അവൾ ശക്തിയിലൊന്ന് കുത്തി. ആ വേദന കൊണ്ട് ചീറുന്നതിനൊപ്പം അവരുടെ കൈ അവരിൽ നിന്നായിരുന്നു. നീ എന്നെ അവരെ തല്ലാൻ വലത്തെ കൈ ഉയരാത്തതുപോലെ അവർക്ക് നല്ലോണം വേദനിക്കുന്നത് കൊണ്ട് കൈ പൊങ്ങുന്നില്ല. അതുകൊണ്ടൊന്ന് പൂജിച്ചു. നീ ആരുടെ പന്ന പുന്നാര മോളെ, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നോടി നീ? ഇവിടുത്തെ ബാത്റൂമിൽ കിടക്കാൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്ത് ധൈര്യത്തിലാടി എന്റെ നേരെ കൈ ഉയർത്തിയത്? അവരവിടെ നിന്ന് കത്തുമ്പോൾ നന്ദുവിന്റെ നോട്ടം ചുവന്ന് കിടക്കുന്ന അജുവിന്റെ കയ്യിലേക്കായിരുന്നു. നിന്നോടാ പറയുന്നത്, എന്റെ നേരെ കൈ ഉയർത്ത നീ ആരടി? ഞാൻ നന്ദിത അർജുൻ പ്രതാപ് വർമ്മ, സൂര്യമംഗലത്തെ കൊച്ചുമോന്റെ ഭാര്യ. അവരെ കത്തുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവർ ചോദിച്ചതിനേക്കാൾ ദേഷ്യത്തിൽ അവൾ പറയുമ്പോൾ അവരവളെ തുറച്ചു നോക്കി. പിന്നെ ഒന്ന് പൂജിച്ചു. എന്തോ പറയാൻ വന്ന് അവരുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ അവരെ പുറത്തേക്ക് തള്ളി. അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഞെട്ടൽ അവരുടെ മുഖത്തുണ്ടായിരുന്നു. നിങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ റൂമിൽ ഇനി പൊങ്ങാൻ പാടില്ല. അതൊക്കെ ഈ വാതിലിൻ്റെ പുറത്ത്, അല്ലാതെ ഞങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാ അതിൻ്റെ ബാക്കി അപ്പോ. അത്രയും പറഞ്ഞുകൊണ്ട് പത്മാവതിയുടെ മുഖത്തിനിട്ട് കൊടുക്കുന്നത് പോലെ വാതിൽ ശക്തിയിൽ കൊട്ടിയടച്ചു. പത്മാവതി കണ്ണുകൾ രണ്ടും അമർത്തിയടച്ചു. ആടി കിട്ടിയ പോലെ കവളിൽ കൈവച്ചു. വാതിൽ ശക്തിയിൽ വലിച്ചടച്ച ശേഷം അവൾ അതിൽ പുറഞ്ചാരി നിന്നു. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ട ശേഷം അവൾ അജുവിനെ നോക്കി. അവനവൻ്റെ കയ്യിലേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങുന്നുണ്ട്. നന്ദവൻ്റെ അടുത്തേക്ക് നടന്നു. അജുവിൻ്റെ കണ്ണുകൾ അപ്പോഴും അവൻ്റെ കയ്യിൽ മാത്രമായിരുന്നു. അജു അവൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവൾ പതിയെ ഒന്ന് വിളിച്ചു നോക്കി. അവൻ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവളെ നോക്കി. വല്യമ്മ കാണിച്ചതാ. അത് പറയുമ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു. നന്ദവൾ നീട്ടിപ്പിടിച്ച കയ്യിലേക്ക് നോക്കി. നേരത്തെ ഉണ്ടായിരുന്ന മുറിവിൽ പിടിച്ചത് കൊണ്ട് അവൾ ഒന്നുകൂടി ചുമന്ന നിറത്തിലായിട്ടുണ്ട്. നന്ദുവിൻ്റെ ഷോൾഡറിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. വേദനയുണ്ടോ? അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പതിയെ ചോദിക്കുമ്പോൾ അവൻ വിടുന്ന കണ്ണുകളുടെ തലകുലുക്കി. ആദ്യമായി അവളെ കാണുന്നത് ഇന്നാണ്. കണ്ട സമയം മുതൽ അവൾ ഒപ്പമുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ വല്യമ്മ വന്ന് ഉപദ്രവിക്കുമ്പോൾ അവരെ പിടിച്ച് റൂമിന് വെളിയിൽ വരെയാക്കി. അവൻ്റെ അച്ഛന് മാത്രമേ അങ്ങനെ ചെയ്യൂ. നേറുവാണ്. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് അവനത് പറഞ്ഞത്. അവൾ പതിയെ അവൻ്റെ കൈ ഉയർത്തിയ ശേഷം അവിടെ ഊതി കൊടുത്തു. നഖം കൊണ്ടുള്ള പാടുകളാണ് അവൻ്റെ കയ്യിൽ നിറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എൻ്റെ കൂടെ കിടക്കണ്ടോ? അവൻ്റെ മുറിവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന നന്ദുവിൻ്റെ വാക്കുകൾ കേടുന്ന മുഖം ഉയർത്തി നോക്കി. അവളുടെ നെറ്റി ചുളിഞ്ഞു. വല്യമ്മക്ക് നിന്നെ ഇഷ്ടമായിട്ടില്ല. നിന്റെ കൂടെ കൂട്ടുകൂടി എന്നെ വഴക്ക് പറയും, അടിക്കും. എനിക്ക് പേടിയാ. നീ പൊക്കോ. നീ എവിടുന്ന് വന്നത്? അങ്ങോട്ട് പൊക്കോ. അജു പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. കെട്ടിക്കൊണ്ടുവന്ന് മണിക്കൂറുകളായപ്പോഴേക്കും തിരിച്ചു പോകാൻ പറയുന്ന ഭർത്താവ്. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ കൂടെ അജുവും ഉണ്ടാവും. സേതമ്മ പറഞ്ഞില്ലേ ഞാൻ അജുവിൻ്റെ ഭാര്യയാണെന്ന്. ഭാര്യമാരെപ്പോഴും ഭർത്താക്കന്മാരുടെ കൂടെ വേണം. അജുവിന് എന്നെ വേണ്ടേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അജു യാന്ത്രികമായി തലയാട്ടി. അജുവിൻ്റെ അച്ഛൻ പോകുമ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ ഈ കയ്യിലല്ലേ അജുവിൻ്റെ കൈ ചേർത്ത് വെച്ചത്. അപ്പോൾ അജുവിൻ്റെ കൂടെ ഞാൻ എപ്പോഴും വേണം എന്നുള്ളത് കൊണ്ടല്ലേ? നന്ദു ചോദിക്കുമ്പോൾ അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി തലയാട്ടി. വല്യമ്മ അടിക്കും. എന്തോ ആലോചിച്ച പോലെ അവൻ പെട്ടെന്ന് പറഞ്ഞു. അവരിനി അജുവിനെ തല്ലിയ അവർക്ക് നമുക്ക് നല്ല പണി കൊടുക്കാം പോരെ? നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ അവൻ നിറഞ്ഞു ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ ചിരിയിലേക്ക് തന്നെ നന്ദു നോക്കിയിരുന്നു. താടിയും മീശയും കാരണം അവനൊന്നുകൂടെ കൂടെ ശരിക്കും കാണുന്നില്ല. പക്ഷേ വല്ലാത്ത ചന്തമുണ്ടായിരുന്നു ആ ചിരിക്ക്. അജുവിനെ കാണാൻ സുന്ദരനെ പോലെ ഉണ്ട് കേട്ടോ. അവൻ്റെ വിടർന്നു നിൽക്കുന്ന ചുണ്ടിലേക്കും ചുരുങ്ങിയ കണ്ണിലേക്കും നോക്കിയുമാണ് അവളത് പറഞ്ഞത്. നീയും സുന്ദരിയാ. അവൻ ചിരിയോടെ പറയുമ്പോൾ അവൻ്റെ കവളിൽ പതിയെ തലോടി. അജുവിൻ്റെ മുഖത്തേക്കും അവൻ്റെ കവളിലിരിക്കുന്ന കൈയിലേക്കും നോക്കി.